അങ്ങനെ കണ്ടടേ UK ഓക്കെ, അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. ഒരു പടം, ഒരു പടം എന്ന് പറഞ്ഞാൽ ഒരു പടം. മകനെ UK പാക്ക് ചെയ്യാൻ നോക്കുന്ന ഒരു തന്തയും, UK വേണ്ട നാട് മതി, നാടാണ് കേമം എന്ന് പറഞ്ഞ് നാട്ടിൽ തന്നെ നിൽക്കാൻ നോക്കുന്ന ഒരു മകനും. ഇവരുടെ കഥയാണ് ഈ പടം. ഒരു വൺ ടൈം വാച്ചിന് എന്ന് പറയാം. നമ്മുടെ കയ്യിൽ സമയം ഉണ്ടെങ്കിൽ, വെറുതെ 2 മണിക്കൂർ കളയാനുണ്ടെങ്കിൽ എടുത്ത് കണ്ടു നോക്കാവുന്ന പടമാണ്. പ്രത്യേകിച്ച് ഗുണം ഒരു ഫീലൊന്നും എനിക്ക് തോന്നിയില്ല. ചിലപ്പോൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കാം. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും തോന്നിയില്ല. ഞാൻ തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിച്ചതുമില്ല. അതുകൊണ്ട് തന്നെയാണ് OTT കണ്ടത്. OTT ഉള്ളതേ ഉള്ളായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു സംഭവം ഒന്നും അതിലുണ്ടെന്നുള്ള ഒരു ഫീൽ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഈ പടത്തിന്റെ പോക്ക് ഇതാണ്. ത്രൂ ഔട്ട് ഇവൻ എങ്ങനെ നാട്ടിൽ നിൽക്കും, ഇവന്റെ അച്ഛൻ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇവനെ UK കയറ്റിവിടാൻ നോക്കുന്നു, ഇവൻ പോകണ്ടെന്ന് പറഞ്ഞ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ. അപ്പോൾ ഇവൻ എങ്ങനെ ഇത് സർവൈവ് ചെയ്ത് നാട്ടിൽ തന്നെ നിൽക്കാനുള്ള ഒരു സംഭവം എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ പടം മൊത്തത്തിൽ കഥ പറയുന്നത്. ഇതിന്റെ ലാസ്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ JSK പരിപാടി, അതേ പരിപാടിയാണ്. ലാസ്റ്റ് കൊണ്ടുവന്ന് മന്ത്രിയുടെ തലയ്ക്ക് കൊണ്ടിടും. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയോടെ വെറുതെ ഇരിക്കുകയാണല്ലോ, അതുകൊണ്ട് എല്ലാവരും വന്ന് മന്ത്രിയുടെ മെക്കെട്ട് കയറാം, മന്ത്രിയുടെ തലയ്ക്ക് കൊണ്ടിടാം എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എല്ലാവരും എടുത്തിരിക്കുന്നത്. 2 പടത്തിലും, ഞാൻ ലാസ്റ്റ് കണ്ട 2 പടത്തിലും ഇത് തന്നെയാണ് ഇന്ന് അവസ്ഥ. എല്ലാവരും മന്ത്രിയുടെ മണ്ടയ്ക്ക് കയറുവാണ്. മന്ത്രിയുടെ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാവാം എല്ലാവരും മന്ത്രിയുടെ മണ്ടയ്ക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു ഗുണവും ഒന്നും തോന്നാത്ത ഒരു UK ഓക്കെ.